ഞങ്ങൾ ഇപ്പൊ ഈ മാസം 10-ാം തീയതി കണ്ണൂർ ജില്ലയിൽ സംസ്ഥാന യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ കടന്നു വരികയാണ്. വിവിധ പഞ്ചായത്തുകളിൽ വെച്ച് 30ഓളം അടങ്ങുന്ന സന്നദ്ധ സേവകരെ ഉണ്ടാക്കി അവർ ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്ടുകളെടുത്ത് ആ പ്രൊജക്ടുകൾക്ക് എന്ത് രൂപത്തിൽ ഫണ്ട് കണ്ടെത്തണം, അതെങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് ഐഡിയൽ യൂത്ത് കോർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ തെറ്റായ ധാരണ മാറ്റണം. മറ്റൊന്ന് ഞാൻ പറയട്ടെ, പാറാട് വെച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ, മുസ്ലിം യൂത്ത് ലീഗ് തീവ്രവാദികളാണ്, വർഗീയവാദികളാണ്, നിങ്ങളാണ് കുഴപ്പക്കാരെന്ന് പറയുന്നവരോട് ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയില്ലേ, ഈ പാറാടിന്റെ പെരുമാറിൽ നിങ്ങളുടെ കൊട്ടേഷൻ സംഘത്തിന്റെ കൊലക്കത്തിക്കിരയായ പ്രിയപ്പെട്ട സുബേറിനെ നിങ്ങൾക്കറിയില്ലേ? പ്രിയപ്പെട്ടവരെ, സുബേർ കൊളവല്ലൂർ ഹൈസ്കൂൾ പഠിക്കും MSFന്റെ പ്രവർത്തകനായിരുന്നില്ലേ? ആ സുബേർ മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗിൽ നിന്ന് മാറി ISSലേക്ക് പോയി. അങ്ങനെ ISS നിരോധിച്ച ഘട്ടത്തിൽ CPMന്റെ ഉത്തരവാദപ്പെട്ട മെമ്പർഷിപ്പ് എടുത്ത് CPMന്റെ പ്രവർത്തനങ്ങൾ സജീവമായ ഘട്ടത്തിൽ അവസാനം സുബേറിന് രക്ഷയില്ല എന്ന ഘട്ടം വന്നപ്പോ, സുബേർ അല്പം ഒന്ന് മാറിക്കഴിഞ്ഞപ്പോ ആ സുബേറിനെ നിങ്ങളുടെ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി ഈ പാറാടങ്ങാടിയിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ ഈ പാറാട്ടുള്ള ജനങ്ങൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഒരു പ്രവർത്തകനെയും തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ ഈ പാനൂരിന്റെ മേഖലയിൽ, കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് SDPI പോലുള്ള NDF പോലുള്ള തീവ്രവാദ സംഘടനകളോടാണ്. നിങ്ങൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നു, അവർക്കുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് ഞങ്ങളെ തകർക്കുന്നതിന് വേണ്ടി എല്ലാവിധ അടവുകളും പയറ്റി അവസാനം ഞങ്ങളെ തകർക്കാൻ രക്ഷയില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ഈ ചെറുപ്പക്കാരെ വകനിർത്തുന്ന സമീപനം നിങ്ങൾക്കിതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പാറാടുള്ള പൗരാവലിയോട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ തീവ്രവാദത്തിന് എതിരാണ്. മുസ്ലിം ലീഗിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാക്കന്മാർ ഇവിടെയുണ്ട്. തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധമുള്ള ആരുണ്ടായാലും അവരെ ഈ പാർട്ടി പതാകയിൽ നിന്ന് മാറ്റി, അവരെ ഈ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തി, ഇതാണ് മുസ്ലിം ലീഗ്, ഇതാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേരായ പാത എന്ന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങളുടെ നേതൃത്വം സദാ സജ്ജരാണ് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ തീവ്രവാദികളാക്കുന്നവരോട് ഞങ്ങൾക്കറിയാം നിങ്ങൾ ഈ വേദിയിൽ വെച്ച് ഇത്ര ആവേശത്തിൽ പ്രസംഗിക്കുന്നത് എന്താണ് എന്ന് ഞങ്ങൾക്ക് വളരെ നന്നായി അറിയാം. പല സഖാക്കന്മാരും ഇന്ന് നിങ്ങളോടൊപ്പം ഇല്ല. പണ്ട് വാളെടുത്തവർ, പണ്ട് ബോംബെടുത്തവർ, അവരൊക്കെ അവരുടെ ജോലിയുമായി അവരുടെ നാട്ടിൻപുറങ്ങളിൽ തേടിപ്പോകുന്നു. ഇന്ന് നിങ്ങൾക്ക് ആരെയും കിട്ടാനില്ല. പക്ഷെ പാറാട് പോലുള്ള പ്രദേശത്ത് നിങ്ങൾ കാലെ കിട്ടണമെങ്കിൽ തീവ്രവാദം പ്രസംഗിക്കണം, നിങ്ങൾ കാലെ കിട്ടണമെങ്കിൽ ഇത്തിരി വർഗീയ ചുവയുള്ള പ്രസംഗം നടത്തണം. അതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും അഡ്രസ്സുള്ള മാപ്പിളമാരെ കൊണ്ടുവന്ന് തന്നെ ഈ വേദിയിൽ പ്രസംഗിക്കുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സംവിധാനം മുസ്ലിം യൂത്ത് ലീഗ് ശക്തമാണ്. കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ, കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ, സംസ്ഥാനത്തൊട്ടാകെ. അതുകൊണ്ട് ഒരു തീവ്രവാദികൾക്കും ഈ പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നുഴഞ്ഞുകാരി കുഴപ്പമുണ്ടാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് പാർട്ടി സജ്ജമാണ് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം, പ്രിയപ്പെട്ടവരെ, തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാരെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി വിശിഷ്യ എല്ലാ ആളുകളുടെയും പിന്തുണ വേണം. നിങ്ങൾക്കറിയാം, ഇവിടെ സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോ സമാധാനിപ്പിക്കുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ. പക്ഷേ അവരെ തന്നെ ചീത്ത പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അവരെ വീടിന് തന്നെ കല്ലെറിഞ്ഞ്, പാർട്ടി ഓഫീസിന് കല്ലെറിഞ്ഞ്, കുന്നോത്തുപറമ്പിലെ പള്ളിക്ക് കല്ലെറിഞ്ഞ് എന്തെങ്കിലും വികാരങ്ങൾ ഉണ്ടാക്കി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് അപകടകരമായിരിക്കും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. ഏറെ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്ന KM ഷാജി സാഹിബ് പാനൂർ മസ്ജിദിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ടുള്ള കണ്ണൂർ ജില്ലയിലെ പ്രമുഖ പ്രാസംഗികനും ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ അധ്യക്ഷനുമായിരുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻസാരി തിലങ്കേരി, കൂത്തുപറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി വി നാസർ മാസ്റ്റർ, മറ്റ് വേദിയിലെ നേതാക്കന്മാരെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ, CPM-ന്റെ കുപ്രചരണങ്ങൾക്കെതിരെ, തീവ്രവാദ രാഷ്ട്രീയത്തിനുമെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ എന്റെ മുന്നേ പ്രസംഗിച്ച എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സമീർ പറമ്പത്തും അതുപോലെ ആർ അബ്ദുള്ള മാസ്റ്ററും കെ വി സൂഫി മാഷും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നു. ആനുകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കേരളത്തിലെ പ്രമുഖ വാഗ്മികളായ അൻസാരിയും കെ എം ഷാജിയും ഇവിടെ എത്തുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല. നമുക്കറിയാം, നേരത്തെ ആർ അബ്ദുള്ള മാസ്റ്റർ സൂചിപ്പിച്ചത് ഒരിക്കലും നടക്കാൻ പറ്റാത്ത രീതിയിൽ, ഒരിക്കലും സംഭവിച്ചു കൂടാൻ പറ്റാത്ത രീതിയിൽ വളരെ സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പാറാട് മേഖലയിൽ യാതൊരു പക്ഷാലും ഒരു രാഷ്ട്രീയ പ്രവർത്തകന് സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനവുമായി പോയ ചെറിയ കുറച്ച് വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇസ്ലാമിന്റെ നാമധേയത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാർന്നു കൊടുത്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതം ഒരു വഴിയാത്രക്കാരാണ് നമ്മളൊക്കെ എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ഇഹലോകത്തെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വഴിയാത്രക്കാരനാണ്. ഒരു വഴിയാത്രക്കാരനായ നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, ജിഹാദിലേക്ക് എടുത്തുകൊണ്ടുക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ജിഹാദ് നടത്തുക. നിങ്ങൾ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ വിത്തുകൾ പായിക്കൊണ്ട് തീവ്രവാദ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയ കുറച്ച് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്നാണ് സംഭവം. ആ അപകടത്തെ സംഭവിച്ച് ഇവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഒരു പകൽ വെളിച്ചം പോലെ ഇവിടുത്തെ മീഡിയകളും കേരളത്തിലെ പത്രങ്ങളും അതുപോലത്തെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരനും ഒന്നടങ്കം പറഞ്ഞു, ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ബോംബ് സ്ഫോടനവുമായി യാതൊരു ബന്ധവുമില്ല. ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ബോംബ് സ്ഫോടനവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ഇവിടെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ ഉന്നതന്മാരായ നേതാക്കന്മാരൊക്കെ അണിനിരത്തിക്കൊണ്ട് പറഞ്ഞപ്പോ എന്തേ CPM-ന് മാത്രം അതൊരു സംശയാസ്പദമായി നിലകൊള്ളുന്നു? എന്തുകൊണ്ട് CPM മാത്രം ഈ ബോംബ് സ്ഫോടനവുമായി മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന ചിത്രീകരണത്തിലേക്ക് വരുന്നു? ആദരണീയനായ നമ്മുടെ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് കെ എം സൂഫി സാഹിബ് വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് മാധ്യമങ്ങളും പത്രങ്ങളും മീഡിയകളും ഒന്നടങ്കം അന്നത്തെ പിറ്റേ ദിവസം അവിടെ സംഭവിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് പ്രകാരം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല എന്ന് പറയുമ്പോ CPM നേരത്തെ സമീർ സൂചിപ്പിച്ചതുപോലെ നാമധേയത്തിൽ മാത്രം മുസ്ലിം നാമധേയത്തിലുള്ള അങ്ങാടിയിലുള്ള ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെയും ചീത്ത പറയുന്ന സ്വഭാവത്തിലേക്ക് പോകുന്നു. നിങ്ങൾ ആരെയാണ് ഭയക്കുന്നത്? ഞാൻ ഇവിടുത്തെ പ്രിയപ്പെട്ട CPM-ന്റെ DYFI-യുടെ സഹപ്രവർത്തകന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്താണ് ഇവിടുത്തെ മാധ്യമങ്ങളും മീഡിയകളൊക്കെ ഈ ബോംബ് സ്ഫോടനവുമായി NDF-നാണ് ബന്ധം എന്ന് പറഞ്ഞപ്പോ അത് NDF-നാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കാത്തത് എന്തേ CPM-കാരാ? നിങ്ങൾ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ NDF-വുമായി നടത്തിയ ആ ലോക്യമുണ്ടല്ലോ, നിങ്ങൾ NDF-വുമായി നടത്തിയ ആ അലയൻസ് പൊട്ടിപ്പോകുമെന്ന് ഭയന്നാണ്. അല്ലെങ്കിൽ ഇവിടെ അൻസാരി തില്ലങ്കേരി ഉണ്ട്. അൻസാരി തില്ലങ്കേരിയുടെ മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലെ മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ ഇലക്ഷൻ നടക്കുന്ന അവസരത്തിൽ നമ്മൾ കണ്ടതാണ് കേരളത്തിന്റെ മണ്ണിൽ. മട്ടന്നൂർ മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾക്ക് മുഴുവനും നിങ്ങൾ എതിർ സ്ഥാനാർത്ഥികളായി നിൽപ്പിച്ചത് NDF-ന്റെ പ്രവർത്തകരെയായിരുന്നു.
നിങ്ങൾ തമ്മിലുള്ള ആ അലയൻസ് പറഞ്ഞു പോകുന്നു, വെട്ടിപ്പോകുമോ എന്ന് ഭയന്നുകൊണ്ടല്ലേ CPM-കാര നിങ്ങൾ ഇത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ മേലിലേക്ക് ഇട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ പി ജയരാജൻ സൂചിപ്പിച്ചു, ലീഗ് ബോംബുണ്ടാക്കിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുക്കാൻ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ മുൻ പ്രസിഡന്റും ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ MLA-യുമായ ഷാജി സാഹിബിന്റെ നേതൃത്വത്തിൽ ഐഡിയൽ യൂത്ത് കോർ ഉണ്ടാകുന്നു. ആ ഐഡിയൽ യൂത്ത് കോറിന് കണ്ണൂരിൽ 2 കൺവീനർമാരുണ്ട്. ആ ഒരു കൺവീനർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുൻപേ പ്രസംഗിച്ച സമീർ പറമ്പത്താണ് എന്ന് പറഞ്ഞു. അവിടെ വളരെ വിശദമായി സമീർ പറഞ്ഞു ഐഡിയൽ യൂത്ത് കോർ. ഐഡിയൽ യൂത്ത് കോറിന്റെ ഉദ്ദേശം കേരളത്തിൽ ഭവനമില്ലാത്തവന്, അനാഥമായി കിടക്കുന്നവന്, രോഗിയായി കിടക്കുന്നവന്, ഒരു കച്ചനും മലമ്പരുമായി കിടക്കുന്ന ജനതക്ക് ഒരു കൈത്താങ്ങാനാണ് ഐഡിയൽ യൂത്ത് കോർ ഉണ്ടാക്കിയതെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയത് ബോംബുണ്ടാക്കാനാണ്. നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളിൽ റെഡ് വോളണ്ടിയർമാർ എന്ന പേര് നാമധേയം ഇട്ടുകൊണ്ട് അർദ്ധരാത്രികളിൽ ബോംബും കടാരയും എടുത്തു കൊടുക്കുമ്പോ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് കേരളത്തിന്റെ മണ്ണിൽ മാതൃകയായി കൊണ്ട് കാണിക്കുന്നത് തലചായ്ക്കാൻ ഇടമില്ലാത്തവന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നു, സഹായിക്കാൻ ഒരു കൈത്താങ്ങില്ലാത്തവന് കൈത്താങ്ങായി മാറുന്നു ഐഡിയൽ യൂത്തുകാരായിരുന്നു. അത്തരത്തിലുള്ള ഐഡിയൽ യൂത്ത് കോറുകാരനെയും അതുപോലെ തന്നെ KM ഷാജിയെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. കഴിഞ്ഞ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് അഴീക്കോട് നിയോജക മണ്ഡലത്തിന്റെ ഇലക്ഷൻ സമയങ്ങളിൽ KM ഷാജി സാഹിബ് മത്സരിക്കുന്ന അവസരത്തിൽ അതിന്റെ 20 ദിവസം അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, കേരളത്തിന്റെ മുഴുവൻ MLA-മാരെയും നിങ്ങൾ എടുത്തു നോക്കുക, രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം ലീഗിന്റെ MLA-മാരായാലും ശരി, കോൺഗ്രസിന്റെ MLA-മാരായാലും ശരി, CPM-ന്റെ MLA-മാരായാലും ശരി, അവസാനത്തെ 5 മിനിറ്റ് കലാശക്കൊട്ടിന്റെ അന്ന് കേരളത്തിന്റെ മണ്ണിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു MLA പൊതുജനത്തോട് നോക്കിയിട്ട് എനിക്ക് യാതൊരു തീവ്രവാദികളുടെ വോട്ടും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ പോയ ഒരു MLA ഉണ്ടെങ്കിൽ അത് KM ഷാജി മാത്രമാണ്. പി ജയരാജൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള KM ഷാജിയെ കുറിച്ചാണ് ഇവിടെ വന്ന് സൂചിപ്പിക്കുന്നത്. കുന്നിറങ്ങി വന്ന മലയിറങ്ങി വന്ന തീവ്രവാദിയാണ് എന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ആ നടന്നു വരുന്ന കലാശക്കൊട്ടിന്റെ കേസറ്റുകൾ മുഴുവനും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ കൈകളിൽ ഉണ്ടാകും. ആ ഡിപ്പാർട്ട്മെന്റുകളുടെ കൈകളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് നിങ്ങൾ എടുത്തു നോക്കുക. കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ന് നിലവിലുള്ള നിയമസഭയിലെ ഏതെങ്കിലും ഒരു MLA അവസാന കലാശക്കൊട്ടിൽ പ്രസംഗിക്കുന്ന അവസാനത്തെ 2 മിനിറ്റുകൾക്ക് മുമ്പ് പറയുന്നു, ഏതെങ്കിലും ഒരു തീവ്രവാദിയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന ഈ മുസ്ലിം ലീഗിന്റെ ഈ ഹരിത പതാക പിടിച്ചുകൊണ്ട് ഒരു MLA ആയി നിയമസഭയിൽ പോകാൻ ഈ KM ഷാജി ഇല്ല എന്ന് പ്രഖ്യാപിച്ച ഒരു MLA ഇന്ന് കേരളത്തിലുണ്ടെങ്കിൽ അത് KM ഷാജിയാണ്. പി ജയരാജൻ മറന്നുപോയി. പിന്നെ നിങ്ങൾ പറഞ്ഞു ഈ ലീഗ് രാഷ്ട്രീയ പാർട്ടി വർഗീയ വലിച്ചുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുക. ഞാനത് ആനുകാലിക രാഷ്ട്രീയത്തിലേക്കോ കേരള രാഷ്ട്രീയത്തിലേക്കോ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കോ ഒന്നും പോകുന്നില്ല. ഖേദകരമെന്ന് പറയട്ടെ, ഇവിടെയുണ്ടായ സംഭവം, ഇവിടെയുണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ അന്ന് രാത്രി നമുക്കെല്ലാവർക്കും അറിയാം. കുന്നോത്തുപറമ്പ് ജുമാ മസ്ജിദ്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള താഴെ കുന്നോത്തുപറമ്പ് ജുമാ മസ്ജിദിന്റെ ജനക്ലാസുകൾ സാമൂഹ്യ ദ്രോഹികൾ എറിഞ്ഞുപിടിച്ചു. കുന്നോത്തുപറമ്പ് ജുമാ മസ്ജിദിന്റെ ചില്ലുകൾ സാമൂഹ്യ ദ്രോഹികൾ എറിഞ്ഞു പൊളിച്ചപ്പോ ആ ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റ് ആരെന്നറിയണം? ഇവിടുത്തെ CPM-കാരാ. ഈ ഇരിക്കുന്ന കുത്തുപറമ്പ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ അനിഷേധ്യനായ ട്രഷറർ PP ഹമീദ് സാഹിബിനെ പോലെയുള്ള ലീഗ് നേതാക്കന്മാർ നടത്തുന്ന ജുമാ മസ്ജിദ് ഞങ്ങൾ സ്വതന്ത്രമായി പറയുന്നു, പൂർണ്ണമായും മുസ്ലിം ലീഗിന്റെ നേതൃത്വ നിരകളുടെ ഉത്തരവാദിത്തമുള്ള ആ ജുമാ മസ്ജിദിന്റെ ഗാർഡൻ ക്ലാസുകൾ എറിഞ്ഞു പൊളിച്ചപ്പോ അന്ന് കണ്ണൂർ ജില്ലയുടെ അതുപോലെ തന്നെ കേരളത്തിന്റെ കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോടിന്റെയും ഭാഗങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹപ്രവർത്തകർ വിളിച്ചു ചോദിച്ചു, എന്ത് കുന്നോത്തുപറമ്പിൽ പാറാട് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടപ്പോ അതിന്റെ ഭാഗമായി കുന്നോത്തുപറമ്പ് ജുമാ മസ്ജിദിന്റെ ചില്ലുകൾ എറിഞ്ഞു തകർത്തിട്ടുണ്ടല്ലോ സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ അതൊരു ഇഷ്യൂ ആക്കിയത്. ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ നന്മ അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം 5 നേരവും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്ന മസ്ജിദിന് നേരെ കല്ല് വീണപ്പോ അവിടുത്തെ പള്ളി കമ്മിറ്റിയും ഇവിടുത്തെ അബ്ദുൽ നമാസിനെ പോലെയുള്ള ലീഗ് രാഷ്ട്രീയ നേതാക്കന്മാരും തീരുമാനിച്ചത് എന്തായിരുന്നെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ഇതൊരു വലിയ ഇഷ്യൂ ആക്കി എടുത്തുകൊണ്ട് ഇവിടെ പി ജയരാജനെ ഏറുകൊണ്ടപ്പോ നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ കണ്ടതല്ലേ, പി ജയരാജന് അരിയിൽ വെച്ച് പി ജയരാജന്റെ കാറിന് ഏറുകൊണ്ടപ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജൻ അരിയൽ ഷുക്കൂറിനെ തീവ്രവാദികൾ പോലും നാണിക്കുന്ന വിധത്തിൽ നിങ്ങൾ കൊലപാതകം നടത്തി. എന്താ നിങ്ങൾ ചെയ്തത്? തളിപ്പറമ്പിൽ ഹോസ്പിറ്റലിൽ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് കടന്നു വന്നുകൊണ്ട് എന്നെ എറിഞ്ഞു കളഞ്ഞു, എന്നെ ആക്രമിച്ചു കളഞ്ഞു, കൊലപാതകത്തിന് ചെയ്തു കൊടുത്തു പറഞ്ഞുകൊണ്ട് രാബേഷ് MLA-യും അതുപോലെ തന്നെ പി ജയരാജനും പത്രങ്ങളുടെയും മീഡിയകളുടെ മുന്നിലേക്കും ഒരു ആക്രമണത്തിന് നേതൃത്വം കൊടുത്തു. അതല്ലേ നിങ്ങൾ കണ്ണൂരിന്റെ മണ്ണിൽ നടന്നത്? 10 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാദാപുരത്തിന്റെ മണ്ണിൽ എന്തായിരുന്നു നടന്നത്? ഒരു പ്രകടനത്തിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന കണാരന് നേരെ
കണാരൻ MLA നേരെ അവർ പ്രകടനത്തിൽ ആവേശം കൊണ്ട യൂത്ത് ലീഗുകാരൻ എന്തോ ചോദിച്ചപ്പോ നിങ്ങൾ മൈക്ക് കെട്ടി പ്രചരിപ്പിച്ചില്ലേ CPM-കാര? ആദരണീയനായ MLA കണാരനെ മുസ്ലിം ലീഗുകാർ വാർദ്ധിച്ചുകൊണ്ട് വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് കെട്ടി കുപ്രചരണങ്ങൾ നടത്തി വർഗീയത്തിന്റെ വിത്തുകൾ പാടിയ CPM-കാർ. പക്ഷേ നിങ്ങൾക്ക് മാതൃക എന്നോണം കഴിഞ്ഞ ദിവസം കണ്ണൂരിന്റെ മണ്ണിൽ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അതിക്രൂരമായി ആക്രമിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാൻ മടങ്ങിപ്പോകുന്നു എന്നല്ല. അദ്ദേഹം പറഞ്ഞത് അക്രമികളെ ഞാൻ ശിക്ഷിക്കും എന്നായിരുന്നില്ല പറഞ്ഞിരുന്നത്. അന്ന് കണ്ണൂരിന്റെ അതേ പരിപാടിയിൽ ആ സ്റ്റേജിൽ കയറിക്കൊണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞൊരു വാക്കുണ്ട്. അത് ലോകത്തിന്റെ മുന്നിൽ ഒരു മാതൃകയായി നിൽക്കുകയാണ്. പണ്ട് മഹാനായ CH മുഹമ്മദ് കോയ പറഞ്ഞ വാക്കുപോലെ. എന്തായിരുന്നു പറഞ്ഞത്? ഉമ്മൻചാണ്ടിയുടെ ആക്രമണത്തെ പറ്റി ലൈവായിക്കൊണ്ട് മീഡിയകളിൽ വരുന്ന അവസരത്തിൽ ആ സമയത്ത് പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾക്ക് ബന്ധമില്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ പറയുന്നു. നേരത്തെ ഇവിടെ KV സുകുമാർ പറഞ്ഞു മഹാപാവം വെള്ളം പോലും കടിച്ചെറുക്കാൻ പറ്റാത്ത പാർട്ടിയാണ് CPM എന്ന്. കണ്ണൂരിന്റെ മണ്ണിൽ വലിയൊരു പൊതുയോഗം നടക്കുമ്പോ, ഒരു പ്രതിഷേധ റാലി, ഒരു മാർച്ച് നടക്കുമ്പോ അതിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറി, കണ്ണൂരിന്റെ മണ്ണിൽ നിന്ന് അതിന്റെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് കലാപമുണ്ടാക്കാൻ ധൈര്യമുള്ള കോൺഗ്രസ്സുകാരനാണോ കണ്ണൂരിന്റെ കോൺഗ്രസ്സുകാരൻ? ഇവിടുത്തെ സാധാരണ ജനത മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ധീരമായ മുസ്ലിം ലീഗുകാരനുണ്ടോ കണ്ണൂരിന്റെ മണ്ണിൽ? അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർ ആൺകുട്ടികളാണ് എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. CPM-കാർ ഇവിടെ സമീർ സൂചിപ്പിച്ചതുപോലെ അക്രമത്തിന്റെ ഒരു പാർട്ടിയായി മാറിയിരിക്കുകയാണ് നിങ്ങൾ. ഞാൻ ചോദിക്കുകയാണ്, ആ നിമിഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റേജിൽ കയറിയിട്ട് പറഞ്ഞ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ പറയുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഞാനത് മാപ്പാക്കി. എന്തേ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ പോവുക. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്ന അവസരത്തിൽ ഉമ്മൻചാണ്ടിയുടെ ആക്രമണം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഇഷ്യൂ ആക്കി എടുത്തുകൂടായിരുന്നു അന്ന്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ P. ജയരാജൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കുന്തോത്ത് പറമ്പിൽ ജുമാ മസ്ജിദ് തകർത്തപ്പോ ഞങ്ങൾ അവിടെ തീരുമാനിച്ചത് കേവലം 1000-ഓ 2000-ഓ രൂപ കൊണ്ട് പള്ളിയുടെ ജനൽ ഗ്ലാസുകൾ മാറ്റാൻ കഴിയും. 1000-ഓ 2000 രൂപ കൊണ്ട് പള്ളിയുടെ ജനൽ ഗ്ലാസുകൾ മാറ്റാൻ കഴിയും. പക്ഷേ അതിന്റെ പേരിൽ ഒരു തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ മതേതരപരമായി ഇവിടെ നിൽക്കുന്ന മതേതര ഐക്യത്തിനെതിരെ ഒരു തീപ്പൊരി വീഴ്ത്തിയാൽ അത് 20,000 കൊണ്ടും 20 കോടി കൊണ്ടും തീരാൻ പറ്റാത്ത നഷ്ടമായിരിക്കും നമ്മുടെ രാജ്യത്ത്. അവിടെയാണ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകത. അവിടെയാണ് മുസ്ലിം ലീഗിന് നേതൃത്വം കൊടുക്കുന്ന കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൽ ആർ അബ്ദുള്ള പാസ്റ്റർ പോലെയുടെ പോലെയുള്ളവരുടെ മതേതരത്വത്തിന്റെ ചിഹ്നം. അല്ലാതെ നാടിന്റെ കലാപം ഉണ്ടാക്കാൻ, ഈ പ്രദേശത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ നിങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളുണ്ടല്ലോ. ഇന്നലെ രാത്രി ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം. ഇന്നലെ രാത്രി ഞങ്ങളുടെ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകർ ഈ തോരണങ്ങൾ കെട്ടുന്ന അവസരത്തിൽ ഞങ്ങൾക്കൊരു ഫോൺ വന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ചിറ്റാരിത്തോട് വെച്ച് ഞങ്ങൾക്കൊരു ഫോൺ വന്നു. ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് KP മൂസാജിയുമായി സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുളയൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അർദ്ധരാത്രി 9:30 മണിക്ക് ഇന്നലെ ചിറ്റാരിത്തോട് ലീഗ് ഓഫീസിന്റെ പൂട്ട് മുറിക്കുക. ചിറ്റാരിത്തോട് ലീഗ് ഓഫീസിന്റെ പൂട്ട് മുറിച്ചുകൊണ്ട് ബക്കറ്റിൽ എന്തോ സാധനം ലീഗ് ഓഫീസിന്റെ അകത്ത് കൊണ്ടുപോയി. എവിടെയാണ് ഇത്തരം നാണം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ മണ്ണിലുണ്ടോ? എത്തരം നാണം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ മണ്ണിലുണ്ടോ? എന്തേ ഇത് അത് പതിച്ചു പോയെ? മഹാനായ AKGയുടെ പാർട്ടി, കേളപ്പജിയുടെ പാർട്ടി, അത്തരത്തിലുള്ള മഹാന്മാരായ നേതാക്കന്മാർ നയിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ എടുത്തുകൊണ്ട് പോയി വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ആണും പെണ്ണും ഘട്ടമായ പരിപാടി ഇരിക്കു പോകുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി CPM മുന്നോട്ട് പോവുക. നേരത്തെ ആർ അബ്ദുള്ള മാസ്റ്റർ പറഞ്ഞല്ലോ, ഇവിടെ ആരൊക്കെയോ ജയിലിൽ പോയി. ലീഗ് രാഷ്ട്രീയ പാർട്ടി ആരും ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ലീഗ് രാഷ്ട്രീയ പാർട്ടി ആരും ജയിലിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ഈ പതാകയുണ്ടല്ലോ പണ്ടേ തീവ്രവാദ രാഷ്ട്രീയത്തിന്റെ കൂട്ടിക്കെട്ടുമായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയത്. 6.5 പതിറ്റാണ്ട് കാലത്തും കേരളത്തിന്റെ മണ്ണിൽ സമാധാനത്തിന്റെ രാഷ്ട്രീയം വളർത്തുന്ന അവസരത്തിൽ ഇന്ത്യയിൽ മുഴുവൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു പോയവരാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാർ എന്ന് തന്നെ ഞാൻ പറയുന്നു. ഞങ്ങൾ ഇന്നലെ ഇവിടെ ബോംബ് സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ 4 പേർ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ ഇവിടെ വെമ്പൽ കൊള്ളുന്നുണ്ടല്ലോ ഇവർ മുസ്ലിം ലീഗുകാരാണ് എന്ന് തീർക്കാൻ. കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൽ മറ്റു സ്ഥലത്തേക്കാൾ ഉപരി കുന്നോത്ത് പറമ്പ് പഞ്ചായത്തിൽ കൊച്ചുനാൾ മുതൽ MSF എന്ന് മുദ്രാവാക്യം വിളിച്ചു നടന്ന ഇന്നിട്ടെത്തിയ കണ്ണൂർ ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഔദ്യോഗികപരമായി ഞാൻ പറയുന്നു അവർ MSFകാരായിരുന്നു.
പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ അവർ MSFകാരായിരുന്നു. എന്തുകൊണ്ട്? അവർ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ലീഗ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് പിരിച്ചു പോയവരാണ്. ഞാൻ ഈ മൈക്ക് കെട്ടിയിട്ട് ഈ ഹരിത കഥ കെട്ടിയിട്ട് പ്രസംഗിക്കുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് 6.5 പതിറ്റാണ്ട് കാലത്തെ കഥയാണ്. ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് പറയുവാനുള്ളത് 6.5 പതിറ്റാണ്ട് കാലത്തെ കേരളത്തിന്റെ മണ്ണിൽ, സ്വതന്ത്ര ഭാരതത്തിന്റെ മണ്ണിൽ ലീഗ് രാഷ്ട്രീയ പാർട്ടി നടത്തിയ 6.5 പതിറ്റാണ്ട് കാലത്തെ കഥ പറയാനുണ്ട് ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക്. പക്ഷേ NDF-കാരനോ കേവലം 2-3 വർഷത്തെ ഇവരൊക്കെ ജനിച്ചു വരുമ്പോ അല്ലെങ്കിൽ വളർന്നു വരുന്ന അവസരത്തിൽ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ MSFകാരായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ആരോ കൊച്ചു പ്രായത്തിൽ 14, 15, 16 8ഉം പൊട്ടും തിരിയാത്ത പ്രായമുണ്ടല്ലോ, NDF-കാരൻ നീ അവർക്ക് സംഭാവന ചെയ്തു കൊടുത്തല്ലോ. ആദ്യം നിങ്ങൾ പറഞ്ഞു, ഇവിടുത്തെ NDF-കാരൻ ആദ്യം സ്റ്റേജ് കെട്ടി മൊത്ത സമ്മേളനം നടത്തി പറഞ്ഞു, ഒരു പ്രവർത്തകൻ ഞങ്ങളതാ, ഒരു പ്രവർത്തകൻ ഞങ്ങളതാ. ലീഗ് രാഷ്ട്രീയം പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ പങ്കില്ല, ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞത് ഒരു പ്രവർത്തകൻ ഞങ്ങളതാ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു നിങ്ങൾ മാറ്റി പറഞ്ഞു, ഞങ്ങൾ അന്നും പറയുന്നു ഇന്നും പറയുന്നു ഇപ്പോൾ ഞങ്ങളെ പ്രവർത്തകൻ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു പ്രവർത്തകൻ ഞങ്ങളതല്ല എന്ന് പറയാനുണ്ടായ നിങ്ങളുടെ ചേതോവികാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് പ്രവർത്തകന്മാരെ ആവശ്യമില്ല. ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് പ്രവർത്തകന്മാരെ ആവശ്യം. ഞങ്ങൾ ജനാധിപത്യപരമായ രാജ്യത്ത് രാഷ്ട്രീയപരമായ പ്രവർത്തനം നടത്തിയിട്ട് വോട്ട് ബാങ്ക് നേടിക്കൊണ്ട് ജനാധിപത്യ രീതിയിൽ രാഷ്ട്രീയം നടത്തുന്നവരാണ്. ഞങ്ങൾക്ക് പ്രവർത്തകരെ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് കൈയില്ലെങ്കിൽ പ്രവർത്തകർ ആവശ്യമുണ്ട്, കണ്ണില്ലെങ്കിൽ പ്രവർത്തകർ ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ആവശ്യമുണ്ട്. പക്ഷെ NDF-കാരനോ കൈയില്ലാത്തവൻ ആവശ്യമില്ല, കാലില്ലാത്തവൻ ആവശ്യമില്ല, കണ്ണില്ലാത്തവൻ ആവശ്യമില്ല. കാരണം അർദ്ധരാത്രിയിൽ വിളിച്ചിറക്കി കൊണ്ടുപോയി വീട്ടിന്റെ മുറ്റത്ത് നിന്ന് ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മുമ്പിൽ വെച്ച് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇറക്കി കൊണ്ടുപോയിട്ട് വാള് പിടിക്കാനും ബോംബ് കെട്ടാനും കൈയില്ലാത്തവന് ഈ NDF-കാരന് എന്തിനാണ് ആവശ്യം? അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ആ പ്രവർത്തകർ ഞങ്ങളുടേതല്ല. എവിടെയാണ് നിങ്ങൾ എത്തിയത്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ ലീഗ് രാഷ്ട്രീയ പാർട്ടി, ലീഗ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ മണ്ണിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കേരളത്തിന്റെ കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. സൂഫിക്കയും അതുപോലെ ഷാജിയൊക്കെ ലീഗ് രാഷ്ട്രീയ പാർട്ടി കേരളത്തിന്റെ മണ്ണിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത് 6.5 പതിറ്റാണ്ട് കാലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ ഈ പാറാട് മേഖലയിൽ ഒരു മുസ്ലിം ലീഗുകാരന്റെ കാലോ കയ്യോ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരന് കൊടുത്തിട്ടില്ല. ഒരു മുസ്ലിം ലീഗുകാരന്റെയും രക്ഷിതാക്കൾ ഇന്ന് വരെ കരയേണ്ടി വന്നിട്ടില്ല. ഒരു മുസ്ലിം ലീഗുകാരന്റെയും ഒരു യുവതയുടെയും ഒരു യുവാവിന്റെ തീരോരാധനം ഒരു വീടുകളിലും പാറാട് പ്രദേശത്ത് കുന്നോത്തുപറമ്പ് പഞ്ചായത്തിൽ കാണേണ്ടി വന്നിട്ടില്ല. അത് ഞങ്ങളുടെ നയപരമായ രാഷ്ട്രീയമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് യൂണിറ്റ് ഉണ്ട് ഇല്ല എന്ന് പറയുന്ന പാറാടിന്റെ മങ്ങൾ, നിങ്ങൾ 4 പേരെ ആ വീടുകളുണ്ടല്ലോ, ആ ഉമ്മമാരുടെ കണ്ണുനീരുണ്ടല്ലോ, എവിടെ വെച്ച് തീർക്കും? അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ് എന്ന് പറയുന്നുണ്ടല്ലോ നിങ്ങൾ. എവിടെയാണ്? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ മണ്ണിൽ മുൻപേ രാഷ്ട്രീയപരമായ തീവ്രവാദത്തിലേക്ക് കയറിയിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. ആ ജമാഅത്തെ ഇസ്ലാമി പോലും നിങ്ങളെ ആ ജമാഅത്തുൽ മുസ്ലിമി പോലും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടുത്തെ MSM, ഇവിടുത്തെ ISM, ഇവിടുത്തെ കേരള നിർവത്തൽ മുജാഹിദീൻ, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ്, അതുപോലെയുള്ള SSF, ഏതെങ്കിലും സംഘടന എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ജിഹാദിന്റെ പേരിലാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കാത്തത്? ഇവിടുത്തെ മതപണ്ഡിതന്മാർ ആരെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇവിടുത്തെ ഏതെങ്കിലും മതപണ്ഡിതന്മാർ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കൊണ്ടുപോവാ. ഇത് അള്ളാഹുവിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവരൊക്കെ ആദ്യമൊക്കെ വരുക നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. അള്ളാഹുവിന്റെ പേരിലാണ് എല്ലാ ജിഹാദുകൾക്കും നിങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. മനസ്സിലാക്കേണ്ടത് ഇന്ന് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഒറ്റ നോട്ടത്തിൽ തീവ്രവാദികളാണോ എന്ന് മീഡിയകൾ പോലും ചർച്ച ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് എത്തിയിരിക്കുന്നു. എവിടെ നിന്നാണ് ഈ ചർച്ചയുടെ തുടക്കം കുറിച്ചത്? 1947 മുമ്പ് മഹാനായ ഗാന്ധിജി ഉണ്ടല്ലോ, ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാനായ ഗാന്ധിജി പറഞ്ഞിരുന്നു, ഞാൻ ഇന്ത്യയുടെ മണ്ണിൽ ഇഷ്ടപ്പെടുന്ന ഭരണം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭരണകൂടം ഏത് എന്ന് ചോദിച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണമാണ്. ആരായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബിന് ആ ഭരണം കാഴ്ചവെച്ചു കൊടുത്തത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്നത്തെ കമ്പ്യൂട്ടർ യുഗവും അതുപോലെ യാതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു കൊടുത്ത ആ ഭരണമുണ്ടല്ലോ, ആ ഭരണമാണ് ഉമറിന്റെ ഭരണമാണ് ഞാൻ ഇന്ത്യ രാജ്യത്ത് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ ഗാന്ധിജിയുടെ ഉമറിന്റെ ഭരണമാണ് എന്ന് ആഗ്രഹിച്ചിരുന്ന ഗാന്ധിജി, ആ ഉമറിന്റെ പിൻതലമുറക്കാരായ നമ്മൾ, ആ ഉമറിന്റെ പിന്തുണക്കാർ എന്ന് പറയുന്ന നമ്മളുണ്ടല്ലോ, നമ്മൾ എന്തേ തീവ്രവാദത്തിന്റെ ചിഹ്നത്തിലേക്ക് പോകുന്നത്? നമ്മൾ എന്തേ ലോകത്തിന്റെ മീഡിയകളുടെ മുന്നിൽ തീവ്രവാദികളാണ് എന്നുള്ള ഒരു വിശേഷണത്തിലേക്ക് പോകുന്നത്? അതിന്റെ ഉത്തരവാദിത്വം നമ്മൾക്ക്.
സമാധാനത്തിന്റെ മതം ഏത് എന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ മുന്നിൽ സമാധാനത്തിന്റെ മതം, ആ മതം ഏത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമാണ്. ആ ഇസ്ലാമിന്റെ പേരിൽ ആദരണീയനായ ഷാജി സാഹിബ് വരുന്നുണ്ട്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ആ ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാകുന്ന ആ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കാണിക്കൂട്ടുന്ന പേക്കൂത്തുകൾ ഉണ്ടല്ലോ, എവിടെയായിരുന്നു? ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, പ്രതികരണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുണ്ടല്ലോ നമ്മുടെ ചെറുപ്പക്കാരെ, യൂത്ത് ലീഗിന്റെ യുവ ചെറുപ്പക്കാരെ ആവേശം കൊണ്ട് പുളകിതമാക്കിക്കൊണ്ട് കൊണ്ടുപോകുന്നവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഏറ്റവും വലിയ വിട്ടുവീഴ്ചയുടെ മതമായിരുന്നു ഇസ്ലാം. ഏറ്റവും വലിയ തീവ്രവാദത്തിന് എതിർത്ത ഒരു മതമായിരുന്നു ഇസ്ലാം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ചരിത്രത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് മക്കായുടെ മണ്ണിലായിരുന്നു. ആ മക്കായുടെ മണ്ണിൽ അള്ളാഹുവിന്റെ റസൂൽ, ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്കറിയാം, ഫാത്തിമായുടെ ബീവിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് മക്കായുടെ തെരുവീതികളിലൂടെ പോകുന്ന അവസരത്തിൽ കല്ലെറിഞ്ഞ് ഒട്ടകത്തിന്റെ കുടൽമാലകൾ എറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ എറിഞ്ഞു മാറ്റുന്ന അവസരത്തിൽ ഫാത്തിമ ബീവി ചോദിക്കുന്നു, എന്തിനാണ് ബാപ്പ, എന്തിനാണ് കല്ലെറിയുന്നത് എന്ന് ചോദിച്ചപ്പോ മറുപടി പോലും പറയാൻ കഴിയാതെ കണ്ണുനീരായിരുന്നു അതിന്റെ മറുപടി എന്നാണ് ചരിത്രം പറഞ്ഞത്. ആ ചരിത്രത്തിന്റെ ഏടുകളിൽ നമുക്ക് കഴിയുന്നു, മക്കായുടെ ഫതവിന് ശേഷം അള്ളാഹുവിന്റെ റസൂലും ഉമർ ബിൻ ഖത്താബും അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ധീരമായ പടയാളികളുമായി റസൂൽ മക്കായുടെ ഭരണകൂടം ഏറ്റെടുത്തപ്പോ നിങ്ങളെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന ആ റസൂലിന്റെ പിൻതലമുറക്കാരനാണോ തീവ്രവാദം? ഞാൻ എന്റെ പ്രസംഗം സൂചിപ്പിക്കുന്നില്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇവിടുത്തെ CPM-ന്റെ DYFI-യുടെ പ്രവർത്തകരോട്, ഞങ്ങൾക്ക് നിരന്തരം നിങ്ങളുടെ കുപ്രചരണങ്ങൾക്ക് മറുപടി പറയാനുള്ളതല്ല. ഇന്ത്യയുടെ മണ്ണും ഇന്ത്യ രാജ്യം ഒരു പാർലമെന്റ് ഇലക്ഷനിൽ സന്നദ്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മണ്ണിൽ സ്വതന്ത്ര ഭാരതത്തിന് ശേഷം ഉണ്ടായ വർഗീയ കലാപത്തിൽ അന്ന് സ്വതന്ത്ര ഭാരതത്തിന്റെ മഹാനായ ചാച്ചാജി ചെങ്കോട്ടയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോ ഒരു കസേല കാലിയായിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ നമുക്കറിയാം. ആ ചാച്ചാജി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തിൽ മഹാനായ ഗാന്ധിജിയുടെ കസേല കാലിയായി കിടക്കുകയായിരുന്നു. അന്ന് നഗ്നപാതനായി മഹാത്മാഗാന്ധിജി അന്ന് കലാപം നടന്നിരുന്ന പ്രദേശങ്ങളിൽ നഗ്നപാതനായി നടന്നുകൊണ്ട് ഇനി ഒരു വർഗീയതയുടെ പേരിൽ ഒരു രക്തം ചിന്തുകയാണെങ്കിൽ എന്റെ രക്തമായിരിക്കണം ചിന്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ഗുജറാത്തിയുടെയും മുഴുവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ ഗാന്ധിജി പ്രതിനിധാനം ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യം ഭരിക്കണോ? അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഗുജറാത്തിന്റെ മണ്ണിൽ നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദി രാജ്യം ഭരിക്കണോ? നമുക്കറിയാലോ, നരേന്ദ്രമോദി ഒരു സമുദായത്തെ ഒന്നടക്കം ഉന്മൂലനം ചെയ്യാൻ നേതൃത്വം കൊടുത്തിട്ട് വർഷങ്ങൾക്ക് ശേഷം പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ആ കലാപത്തിൽ നിങ്ങൾക്ക് ദുഃഖം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞു, ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എന്റെ വാഹനത്തിന്റെ ഉള്ളിൽ പട്ടി കയറിയിട്ട് ചത്തുപോകാറുണ്ട്, അതുപോലെയാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞ നരേന്ദ്രമോദി രാജ്യം ഭരിക്കണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു ഇലക്ഷനാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ആ ഇലക്ഷനുമായി അതുപോലെ അത്തരം പ്രചരണങ്ങളുമായി ഈ നാട്ടിലെ വർഗീയ ഫാസിസ്റ്റ് തീവ്രവാദ ശക്തികളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ ആദരണീയനായ കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് ജനാബ് KM സൂഫി സാഹിബിനെ ക്ഷണിക്കുന്നു. KM ഷാജി MLA, ബഹുമാന്യനായ അൻസാരി തില്ലങ്കേരി, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നായകന്മാർ, ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ബഹുമാനപ്പെട്ട ഷാജിയെ ഏതാണ്ട് ഒരു മാസം യുദ്ധം ചെയ്തിട്ടാണ് പാറാട്ട് കിട്ടിയത്. കിട്ടുമ്പോൾ തന്നെ ഇന്ന് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞത്, സൂപ്പിക്ക, ഞാൻ അവിടെ എത്തിയ ഉടനെ വിട്ടുതരണം, 1-2 പരിപാടിയുണ്ട് എന്നാണ്. അതുകൊണ്ട് ഷാജിയുടെ പ്രസംഗത്തിന് വേദി മാറിക്കൊടുക്കുകയാണ് എന്റെ ചുമതല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാറാട്ട് ദൃശ്യമാകുന്ന മുസ്ലിം ലീഗിന്റെ കുടുംബത്തെ തകർക്കാൻ പാറാട്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ ഒരുപാട് നിഗൂഢ യുദ്ധങ്ങളും പ്രചരണങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ പ്രചരണമായിരുന്നു ജില്ലാ സെക്രട്ടറി ശ്രീ ജയരാജന്റെ പ്രസംഗം. ഇതുകൊണ്ടൊന്നും തകരാത്ത ഈ സമൂഹം എത്രമാത്രം
ആദർശവത്താണ് എന്നതിൻ്റെ പ്രസംഗം, വിശദീകരണം ബഹുമാനപ്പെട്ട ഷാജിയിൽ നിന്നും മുസ്ലിം ലീഗിന്റെ പ്രഗത്ഭനായ വാഗ്മി അൻസാരി തില്ലങ്കേരിയും ഈ സ്റ്റേജിലുണ്ട്. അതുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ഷാജിക്ക് വേണ്ടി മാറിക്കൊടുക്കുന്നു. നിങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ അധ്യക്ഷന് വേണ്ടി ബഹുമാനപ്പെട്ട ഷാജിയെ ക്ഷണിക്കുന്നു. സലാം.